വെറുതെ ഇരിക്കണം. ആകെ 4 വട്ടം ഫ്ലൈ ചെയ്തിട്ടുള്ളൂ. അത്രമാത്രം പൊടിയും പിന്നെ അതിൻ്റെ എലിവേറ്ററൊക്കെ വിട്ട് കിടക്കണം. അതൊക്കെ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിറകിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിക്കുക. അപ്പോൾ തന്നെ മനസ്സിലാവും ഫ്യൂസിലേജ് എങ്ങനെയായിരുന്നു. ഫ്യൂസിലേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചിറകിൽ എലറോണില്ല കേട്ടോ. എലറോൺ ഒരെണ്ണില്ല, ഒരു ഫ്ലാപ്പില്ല, ബാക്കിയൊക്കെ എന്താണ് പൊടി എന്ന് വെച്ചാൽ അന്യായ പൊടിയാണ്. എൻ്റെ തിളക്കൊക്കെ പോയി എടുക്കണം. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ക്ലീനാക്കി ഫ്ലാപ്പൊക്കെ വെച്ചിട്ട് ഇതേ ഫൈനൽ ഇതേ ഇത്രയ്ക്ക് ലുക്കിലാണ് ഈ സാധനം ഇരിക്കുന്നത് കേട്ടോ. അതായത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കംപ്ലീറ്റ് പൊടി കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ചെക്ക് ചെയ്യണം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യണം. പ്ലെയിൻ്റെ ഫീച്ചേഴ്സ് ഫുള്ള് ചെക്ക് ചെയ്യണം. അപ്പോൾ അതെ ഫസ്റ്റ് നമ്മൾ ത്രോട്ടിൽ ചെക്ക് ചെയ്യണം കേട്ടോ. ത്രോട്ടിൽ പ്രൊപ്പല്ലർ കറങ്ങും. നമ്മൾ ആക്സിലേറ്റർ എന്നൊക്കെ പറയില്ലേ, സാധാരണ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പറയണം. അപ്പോൾ ത്രോട്ടിൽ നമ്മൾ കൊടുക്കുമ്പോൾ മോട്ടർ രണ്ടും വർക്ക് ചെയ്യണത്, ത്രസ്റ്റ് ഓക്കെയാണ്, പിന്നെ റഡർ ഓക്കെയാണ്. ബാക്കിലത്തെ ആ വെർട്ടിക്കൽ സ്റ്റെബിലൈസിൻ്റെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നതാണ് റഡർ കേട്ടോ. റഡർ വർക്ക് ചെയ്യുന്നുണ്ട്. എലിവേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. എലിവേറ്ററിനും കുഴപ്പമൊന്നുമില്ല, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി എലറോണും എലിവേറ്ററും റഡറും ഓക്കേൻ്റെ, ത്രോട്ടിലും ഓക്കേൻ്റെ ഫ്ലൈങ് കണ്ടീഷനായി. ഇനി നമ്മൾ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റ്, നാവിഗേഷൻ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്, അതും ഓക്കെയാണ്. ടോട്ടലി നമുക്ക് നൈറ്റ് ബ്യൂട്ടിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാർട്ടി കൊണ്ടുപോകാം. അപ്പോൾ ചുച്ചൂടി ഞാനാണ് പാർട്ടി കൊണ്ടുപോകണം കേട്ടോ. വിങ് നമ്മൾ നെറ്റിൽ ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് പാടത്തെത്തി ഒരു മീഡിയം ലൈറ്റൊക്കെ പോയതിന് ശേഷം, അതായത് ഇത്തിരി ടൈപ്പ് നമ്മൾ ലൈറ്റൊക്കെ ഓണാക്കി നോക്കിയപ്പോൾ അതൊരു പ്രത്യേക ലുക്ക് തന്നെയാട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒറിജിനൽ പ്ലെയിൻ്റെ ഒരു ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടുള്ള ഫീൽ ഇങ്ങനെ വരും. അതായത് പ്ലെയിനെ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ആ ഫീൽ കിട്ടിയിരിക്കും. ബാക്കിയുള്ളവർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ഫീൽ കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് മൊത്തം ചുറ്റുവട്ടം ഞങ്ങൾ കുറച്ച് ലൈറ്റൊക്കെ ഓണാക്കി ചുറ്റുവട്ടം ഇങ്ങനെ നടന്ന് വീഡിയോസൊക്കെ എടുക്കണം. അതിൻ്റെ ലുക്ക്, ഗ്രീനിൻ്റെ ലൈറ്റും ചോപ്പ് ലൈറ്റും ഒക്കെ നിലത്തേക്ക് അടിക്കുമ്പോൾ ഒരു ഷെയ്ഡും അതും അങ്ങനെയൊക്കെ രസം. ഇനി ഞാൻ വെറുതെ ഒരു വീഡിയോയ്ക്ക് ഇതിൽ വേണ്ടി ഒന്ന് മൂവ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ. വെറുതെ ഒന്ന് മൂവി സ്റ്റേറിംഗ് തിരിച്ചു നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലൈ ചെയ്ത് കുറച്ചും കൂടിയും ലൈറ്റ് ഉള്ളപ്പോൾ ഫ്ലൈ ചെയ്ത്, വല്ലാണ്ട് ഇട്ടത്ത് ഞാൻ ഫ്ലൈ ചെയ്തില്ല. കാരണം ലാൻഡ് ചെയ്യുമ്പോൾ കണ്ണു കാണില്ല. അപ്പോൾ ടേക്ക് ഓഫ് ഇതിപ്പോൾ സൂപ്പർ ടേക്ക് ഓഫ് തന്നെയാണ്. കാരണം ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ടേക്ക് ഓഫും ലാൻഡിങ് അല്ല മെയിൻ. എനിക്ക് ആ ലൈറ്റ് ഇട്ടിട്ട് ഇത് നമ്മുടെ നേരക്ക് ഇങ്ങനെ വരില്ലേ, ഈ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ഇത് ശരിക്കും ഒറിജിനൽ പ്ലെയിൻ പോകണം ഒരു ബ്യൂട്ടി കിട്ടും. ആ ഒരു ബ്യൂട്ടിയാണ് നമുക്ക് ഇതിൽ ഫീൽ ആവുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മൾ റൗണ്ട് അടിച്ച് വലിയ ഹൈറ്റിലേക്ക് നമ്മൾ വിട്ടില്ല. കാരണം വലിയ ഹൈറ്റിലേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി, നിലത്തൂടെ വരുന്ന ഭംഗി നമുക്ക് വീഡിയോയിൽ കിട്ടില്ല, റിയലായിട്ട് നിൽക്കുമ്പോൾ കിട്ടും. അതുകൊണ്ട് ഒരു മീഡിയം ലെവൽ, ഒരു 2-3 നില ഹൈറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 2 നില ഹൈറ്റിലൊക്കെ ഞാൻ പറത്തിയിട്ടുള്ളൂ. അങ്ങനെ മേലേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഹൈറ്റിൽ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫ്ലൈ ചെയ്തു. എന്താ പറയുക, കുഴപ്പമില്ല. ബാറ്ററി ഇത്തിരി വീക്കായി തോന്നുന്നു. കാരണം ത്രസ്റ്റ് കുറവാണ്. ബാറ്ററി എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ ആ ഉള്ള ചാർജിൽ ഉള്ള പ്രഷറിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റൗണ്ട് അടിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഫോളോവേഴ്സൊക്കെ കിട്ടിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഒരുപാട് കുട്ടികൾക്ക് ഇതൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവരിലേക്കൊക്കെ എത്തിച്ചേരാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ലാൻഡിങ് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ കാണാം കേട്ടോ.